ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് റിയാക്റ്റിൻ്റെ റൗട്ടിംഗ് ആണ്, നാവിഗേഷൻ. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, പേജസ് എന്ന് പറഞ്ഞ്. ഇനി ഇതിനകത്ത് ഹോം പേജ് .js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഷോർട്ട് കട്ട് വെച്ചിട്ട് ഒരു ആരോ ഫംഗ്ഷൻ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ചുമ്മാ ഒരു ഹെഡർ കൊടുത്തിട്ട് ദിസ് ഈസ് മൈ ഹോം എന്ന് കൊടുക്കാം. ഇനി പുതിയൊരു ഫയൽ about.js, ഇതിലും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് ഇവിടെ ആരോ ഫംഗ്ഷൻ കമ്പോണൻറ്റ്, അതിനകത്തൊരു ഹെഡർ കൊടുക്കാം, about me. ഓക്കെ, ഇനി പുതിയൊരു ഫയൽ contact.js, ഇതിനകത്ത് സെയിം ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഹെഡർ കൊടുക്കുകയാണ്, കോണ്ടാക്ട് എസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യാം. എന്നിട്ട് app.jsനകത്ത് അത് നമ്മൾ മുന്നേ ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇമ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഹോം പേജ് കമ്പോണൻറ്റ്, പിന്നെ എബൌട്ട്, പിന്നെ കോണ്ടാക്റ്റ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സെയിം പേജിൽ തന്നെ അത് 3 വന്നു. പക്ഷെ നമ്മൾക്ക് വേണ്ടത് ഇതെല്ലാം സെപ്പറേറ്റ് പേജുകളായിട്ട് കാണണമെന്നല്ലേ. അതിനായിട്ട് ഗൂഗിളിൽ റിയാക്ട് റൗട്ടർ ഡോം എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഈ NPMൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ NPM ഇൻസ്റ്റാൾ റിയാക്ട് റൗട്ടർ ഡോം എന്ന് കാണാം. അത് നമ്മളുടെ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളുടെ ആപ്പ് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ആ ലൈബ്രറി നമ്മുടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് റൗട്ട് സെറ്റ് ചെയ്യാം. ഇമ്പോർട്ട്, എന്നിട്ട് കേളി ബ്രേസസിനകത്തായിട്ട് ബ്രൗസർ റൗട്ടർ, പിന്നെ റൗട്ട്സ്, പിന്നെ റൗട്ട്. ഓക്കെ, അത് 3 ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ബ്രൗസർ റൗട്ടർ പാരൻറ്റ് കമ്പോണൻ്റ് ആയിട്ട് കൊടുക്കണം. സോ ഈ ഡിവ് മാറ്റിയിട്ട് നമുക്ക് ബ്രൗസർ റൗട്ടർ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സബ് പാരൻറ്റ് പോലെ റൗട്ട്സ് കൊടുക്കാം. അതായത് നമ്മളുടെ 3 കമ്പോണൻറ്റുകളില്ലേ, ഹോം, എബൌട്ട്, കോണ്ടാക്റ്റ്, ഇതിന് 3 നമുക്ക് ഈ റൗട്ട്സിനകത്ത് കൊടുക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഫോർമാറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ 3 ഓരോ റൗട്ടുകളാണ്. ഈ റൗട്ട്സിനകത്ത് സിംഗിളായിട്ടുള്ള റൗട്ടുകളാണ് ഇത്. റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്ത് കൊടുത്ത് ഏത് കമ്പോണൻറ്റിനകത്ത് പോകണം എന്നുള്ളതാണ് റൗട്ട്. സോ നമുക്ക് റൗട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് റൗട്ട് എന്ന് എഴുതിയിട്ട് ക്ലോസിങ് ടാഗ് കൊടുത്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പാത്ത് എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ സ്ലാഷ് ആണ് കൊടുക്കുന്നത്. സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ഹോം പേജ്, നമ്മൾ ലാൻഡ് ചെയ്യുന്ന പേജ്. എന്നിട്ട് ഇതിനകത്ത് എലമെൻ്റ് എന്ന് കൊടുത്തിട്ട് ഈക്വൽ ടു കേളി ബ്രേസസിനകത്ത് ഹോം പേജ്. ഓക്കെ, ഇനി നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത് സ്ലാഷ് എബൌട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എബൌട്ട് പേജ് കാണിക്കണം. ഓക്കെ, ഇനി അതൊന്നും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ലാസ്റ്റത്തെ സ്ലാഷ് കോണ്ടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് പേജ്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി ഫോർമാറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇവിടെ ഫോർമാറ്റ് ചെയ്യുന്നത് കണ്ടല്ലേ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയോ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ ഞാൻ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് കറക്റ്റായിട്ട് അലൈനായി വരുന്നത്. ഇതിനായിട്ട് എക്സ്റ്റൻഷൻസിൽ പ്രെറ്റിയർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോഡ് അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടത് ഫോർമാറ്റായി കാണും. ഓക്കെ, നമുക്കിനി വെബ്സൈറ്റ് നോക്കാം. ഹോം പേജിനകത്ത് ഓക്കെ ഹോം വരുന്നുണ്ട്. സ്ലാഷ് എബൌട്ട് നോക്കാം, എബൌട്ട് മീ വരുന്നുണ്ട്. ഇനി കോണ്ടാക്റ്റ് നോക്കാം, കോണ്ടാക്റ്റും വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മളുടെ റൗട്ടിങ് റൺ ആവുന്നുണ്ട്. ഇനി നമ്മൾക്കൊരു നാവിഗേഷൻ ബാർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഗൂഗിളിൽ ബൂട്ട്സ്ട്രാപ്പ് നാവ് ബാർ എന്ന് ഞാൻ സെർച്ച് ചെയ്യാണ്. എന്നിട്ട് ഈ ഫസ്റ്റത്തെ ലിങ്ക് ഓപ്പൺ ചെയ്യാണ്. ഇതിനകത്ത് കുറേ നാവ് ബാർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മേലെ തന്നെ അതിൻ്റെ സ്റ്റൈലും, അതായത് എങ്ങനെ പ്രോപ്പറായിട്ട് അത് കാണുന്നതെന്നും കാണാൻ പറ്റും. അതിൻ്റെ താഴെ അതിൻ്റെ കോഡും കൊടുത്തിട്ടുണ്ടാവും. ഇത് ഞാൻ യൂസ് ചെയ്യാണ്, കോപ്പി ചെയ്യുന്നു. എന്നിട്ട് പുതിയൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. കമ്പോണൻസിനകത്ത് navbar.js. ഓക്കെ, ഇനി RAFC നമ്മൾ ഫങ്ഷൻ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഡിവിനകത്തായിട്ട് ഇത് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ,
ഫോർമാറ്റ് ചെയ്യണം. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഡിസേബിൾഡ് ബട്ടൺ ഞാൻ കളയുകയാണ്. ഇത് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ചില നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ബട്ടൺസ് ഉണ്ട് ഇതിനകത്ത്. ഇത് ഈ ആങ്കർ ടാഗ് ഞാൻ കളയുകയാണ്. അതിൻ്റെ ബട്ടൺ അടക്കം ഞാൻ കളയുകയാണ്. ഓക്കെ. ഇനി ഈ ഹോമിൻ്റെ ഒപ്പമുള്ള ഈ സ്പാന് റിമൂവ് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് എബൌട്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കോണ്ടാക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ നാവിഗേഷൻ ബാർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ app.jsനകത്ത് ഇമ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ താഴെയായിട്ട് നാവ് ബാർ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ നാവ് ബാർ വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നാവ് ബാർ JSനകത്ത് ഫസ്റ്റ് തന്നെ ഈ ഇവിടെ നാവ് ബാർ ലൈറ്റ് എന്ന് കാണുന്ന അവിടെ ഡാർക്ക് എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ BG ഡാർക്ക് എന്ന് കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫങ്ഷനാലിറ്റി വർക്ക് ആവണ്ടേ, ഓരോ ക്ലിക്കിലും ചേഞ്ച് ആവണ്ടേ. അതിനായിട്ട് ഈ hrefനകത്താണത് ചേഞ്ച് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ഹോമിന് ഞാൻ സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. എബൌട്ടിനും കോണ്ടാക്റ്റിനും കൊടുത്തിട്ടില്ല. നമുക്ക് കൊടുക്കാം. ഇവിടെ hrefനകത്ത് /about എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ hrefനകത്ത് /contact എന്ന് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഏത് പാത്തിലേക്കാണ് പോകുന്നത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കമ്പോണൻറ്റ് റെൻഡർ ആവുന്നുണ്ട്. സോ റൗട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.